വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കൺമണി. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറേ നാളുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് എന്നൊക്കെ ഒരു വീഡിയോ ചെയ്യാവോ എന്ന്. അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വരും, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഞാൻ എങ്ങനെയാണ് യൂട്യൂബ് എടുത്തത്, അതായത് ഞാൻ എങ്ങനെയാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാന്നുള്ള ഒരു പ്ലാൻ കൊണ്ടുവന്നത്, അതൊക്കെ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ യൂട്യൂബിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ ടിക്ടോക്ക് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ടിക്ടോക്കിൽ ഒരു 30K ഫോളോവേഴ്സ് ഒക്കെ അടുപ്പിച്ചായി. ഇടുന്ന വീഡിയോ ഒക്കെ അത്യാവശ്യം നല്ല രീതിക്ക് റീച്ച് പൊക്കോണ്ടിരുന്ന സമയത്താണ് ടിക്ടോക്ക് ബാൻ ചെയ്തത്. അപ്പൊ പിന്നെ വേറെ എന്താണ് ഓപ്ഷൻ എന്ന് അറിയാണ്ട് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ടിക്ടോക്കിലുള്ള എല്ലാരും കൂടെ നേരെ യൂട്യൂബിലേക്ക് പോയത്. അപ്പൊ കൂടെ ഞാനും നേരെ യൂട്യൂബിലേക്ക് പോയി. യൂട്യൂബ് എന്താണെന്നോ, യൂട്യൂബിൽ എങ്ങനെയാണ് വീഡിയോ ഇടുന്നതെന്നോ, അഥവാ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുമോ, അങ്ങനെയൊക്കെ ഒരുപാട് തോന്നലുകൾ എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇപ്പോൾ ഒരു ടിക്ടോക്ക് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ കുറേ നാളിങ്ങനെ ഉപയോഗിച്ച് അങ്ങനെ കയറി വന്ന റീച്ചും കാര്യങ്ങളും. അപ്പം നമ്മളിനി യൂട്യൂബിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും അതുപോലെ ഇനിയും കുറേ നാളെടുക്കേണ്ടി വരും, അത്രയ്ക്ക് എഫേർട്ട് ഇടേണ്ടി വരും. അതുവരെ യൂട്യൂബ് ഒന്നും തിരിഞ്ഞു പോലും നോക്കാത്ത ഒരാളായിരുന്നു കേട്ടോ ഞാൻ. ആ സമയത്ത് കുറേ ആൾക്കാർ യൂട്യൂബിലേക്കും പോയി, കുറേ ആൾക്കാർ ഇൻസ്റ്റഗ്രാമിലേക്കും പോയി. ആ സമയത്ത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ അങ്ങനെ ആക്റ്റീവ് ഒന്നും ആയിരുന്നില്ല. ഞാൻ നേരെ യൂട്യൂബിലേക്കാണ് കേട്ടോ പോയത്. ഭാഗ്യത്തിന് യൂട്യൂബിൽ പോയി ചാനൽ എടുത്ത് ഫസ്റ്റ് എൻ്റെ ഇൻട്രോ വീഡിയോ ഇട്ടപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് റീച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ടിക്ടോക്കിൽ അത്യാവശ്യം ഞാൻ അറിയാറായി വന്ന സമയത്തായിരുന്നല്ലോ ടിക്ടോക്ക് പോയത്. അങ്ങനെ ഞാൻ യൂട്യൂബിൽ ഇൻട്രോ വീഡിയോ ഇട്ടപ്പം നല്ല രീതിക്ക് റീച്ചായി. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ യൂട്യൂബ് തുടങ്ങിയത് കൊറോണ ടൈമിലാണ് കേട്ടോ. ആ ഒരു ടൈമിൽ യൂട്യൂബ് തുടങ്ങി എല്ലാവർക്കും ലക്കായിരുന്നു. കാരണം ആ സമയത്തെന്ന് പറഞ്ഞാൽ അധികം ആരും യൂട്യൂബ് എടുത്തു തുടങ്ങിയിട്ടില്ല. അപ്പം നമ്മൾ എന്തിട്ടാലും നല്ല രീതിക്ക് റീച്ച് പോയിക്കൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു അത്. ഇപ്പോഴെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴൊക്കെ യൂട്യൂബിൽ പിടിച്ചു നിൽക്കാൻ ഭയങ്കര പാടാണ്. കാരണം ഇപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ആൾക്കാർക്ക് നമ്മുടെ എല്ലാം വീഡിയോ ഇരുന്ന് കാണണമെന്നൊന്നും ഇല്ലല്ലോ. പക്ഷെ ആ ഒരു കൊറോണ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിട്ടാലും ചുമ്മാ ബ്ലാ എന്ന് പറഞ്ഞ് ലോങ് വീഡിയോ ഇട്ടാലും ഭയങ്കര വ്യൂസും ലൈക്കും ഒക്കെ ആയിരുന്നു. അത് മാത്രമല്ല ഇപ്പോഴാണ് ഷോർട്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം വന്നത്. അത് എനിക്കൊന്ന് 2-3 വർഷം, എനിക്ക് വർഷം കറക്റ്റ് അറിയത്തില്ല. പക്ഷെ ഞാൻ യൂട്യൂബ് എടുത്ത സമയത്ത് ഷോർട്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ ഇടുന്ന ഷോർട്സും ലോങ് വീഡിയോ ആയിട്ട് തന്നെയായിരുന്നു ഇങ്ങനെ കിടന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഷോർട്സ് വേറെ, ലോങ് വീഡിയോ വേറെ, അങ്ങനെയല്ലേ കിടക്കുന്നത്. പക്ഷെ ഞാൻ എടുത്ത സമയത്ത് ഷോർട്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. നമ്മൾ ഇടുന്ന വീഡിയോ എല്ലാം ഒരു ഇതിൽ തന്നെയായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമുക്ക് ഭയങ്കര എളുപ്പമാണ് ആ ഷോർട്സ് ഇട്ട് ഫോളോവേഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് ഇട്ട വീഡിയോ ഒക്കെ നല്ലപോലെ റീച്ച് ആവുന്നുണ്ടായിരുന്നേ. പിന്നെ ഞാൻ ഫാമിലി ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു വീഡിയോ ഇട്ടു. പിന്നെ ഡേ ഇൻ മൈ ലൈഫ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് ചെറിയ കുക്കിംഗ് വീഡിയോസ് ഇട്ടു. പിന്നെ അങ്ങനെ ഡെയിലി വ്ലോഗ്സ് പോലെ അങ്ങനെയായിരുന്നു ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷെ ആ വീഡിയോ ഒക്കെ നല്ല രീതിക്ക് റീച്ച് ആവുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ഞാൻ ലുലുവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ കൊറോണ വന്നിട്ട് ലുലു ക്ലോസ് ചെയ്തായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് 1 മാസത്തോളം അവധി കിട്ടിയായിരുന്നു. അങ്ങനെ വീട്ടിൽ നിന്ന സമയത്താണ് ടിക്ടോക്ക് പോയി നേരെ യൂട്യൂബ് എടുത്ത് വീഡിയോ ഒക്കെ ഇട്ട് ഒന്ന് സെറ്റായി വന്ന സമയത്ത്, അതായത് അത്യാവശ്യം നല്ല റീച്ച് വന്ന സമയത്ത് കൊറോണയുടെ ഒക്കെ പോയി തിരിച്ചെന്നെ ഡ്യൂട്ടിക്ക് വിളിച്ച് എനിക്ക് അവിടെ പോയും ആ ഒരു ഇത് എന്ന് വെച്ചാൽ കണ്ടിന്യൂ ചെയ്യാമായിരുന്നു. അവിടുത്തെ വീഡിയോസ് ഒക്കെ എടുത്ത് എനിക്ക് തോന്നുന്നു അവിടുത്തെ വീഡിയോസ് ഒക്കെ ഞാൻ കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ പെട്ടെന്ന് കയറി റീച്ച് ആയേനും. കാരണം ജോലിക്ക് പോകുന്നതും തിരിച്ചു വരുന്നതും പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ല രീതിക്ക് റീച്ച് ആയിരുന്നു. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോഴത്തേക്കിനും എനിക്ക് ഭയങ്കര മടിയായി പോയി കഴിഞ്ഞപ്പം പിന്നെ വീഡിയോ എടുക്കാതായി, ഇടാതായി. അങ്ങനെ എൻ്റെ അക്കൗണ്ട് അങ്ങനെ അങ്ങ് സ്റ്റോപ്പായി. പിന്നെ ഞാൻ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ ആയി. അവിടെ ചെന്നിട്ടും ഞാൻ വീഡിയോസ് ഒന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ ലുലുവിൽ ആ സമയത്ത് സ്പാർക്കീസ് ആണ് കേട്ടോ, ഇപ്പോഴാണ് ഫഞ്ചൂറ ആയത്. അവിടെ ട്രാമ്പോലിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്.
തിരുവനന്തപുരത്തെ സീനിയർ ഞാനായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഒരു സെക്ഷനിലെ. അപ്പൊ ഞങ്ങളുടെ മാനേജർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ ഒക്കെ എടുത്തിട്ടു. ഞങ്ങൾ നിൽക്കുന്നത് ഈ ഒരു ജമ്പിങ്ങിന്റെ ആ ഒരു ഏരിയ ആണല്ലോ, ട്രാമ്പിൾ എന്ന് പറയുന്നത്. അവിടെ ഞങ്ങൾക്ക് കുറെ സ്കിൽസ് ഒക്കെ ഉണ്ട്, ജമ്പ് ചെയ്യുന്നത്, ഫ്ലിപ്പ് ചെയ്യുന്നത്, അങ്ങനെ കുറെ സ്കിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളുടെ സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ എടുത്ത് ഇട്ടോളാൻ. എന്നിട്ടും എനിക്ക് മടിയായിരുന്നു. മടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര ഇതായിരിക്കുമല്ലോ, അപ്പം ഭയങ്കര മടിയായിരുന്നു. അങ്ങനെ ഞാൻ എടുത്തിടാണ്ടായി. പിന്നെ അവിടുന്ന് ഞാൻ ജോലി നിർത്തി വീട്ടിൽ വന്നപ്പോഴത്തേക്കിനും വീണ്ടും ഞാൻ എൻ്റെ യൂട്യൂബ് പൊടി തട്ടി എടുത്ത്, പിന്നെ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഞാൻ ഇൻസ്റ്റയും പോയി എടുത്തായിരുന്നു കേട്ടോ. ഇൻസ്റ്റ എടുത്ത് അതിൽ റെഗുലറായിട്ടൊന്നും വീഡിയോ എടുത്തില്ലായിരുന്നു, ഇടയ്ക്കും തലയ്ക്കും. അതും മറ്റേ ലിപ്സിംഗ് വീഡിയോസ് ഒക്കെ ആയിരുന്നു കൂടുതൽ ഇടുന്നത്, പാട്ട് പിന്നെ ഡയലോഗ്സ് അങ്ങനത്തെ വീഡിയോസ് ആയിരുന്നു കൂടുതൽ ഇടുന്നത്. അല്ലാതെ കണ്ടന്റ് ഒന്നും കണ്ടുപിടിച്ചിടാനുള്ള ആ ഒരു ഇതൊന്നും അപ്പം ഇല്ലായിരുന്നു. പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് നിർത്തി പോകുന്നപ്പോഴത്തേക്കിനും ഇൻസ്റ്റ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി, യൂട്യൂബ് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ പെയ്യെ കയറി വന്ന്. അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ യൂട്യൂബിലേക്ക് വന്നത്. ഇനിയിപ്പോ കുറേ പേർക്ക് ഉള്ള സംശയമാണ് എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ എടുക്കുന്നതെന്ന്. യൂട്യൂബ് ചാനൽ എടുക്കാൻ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ചുമ്മാ യൂട്യൂബിൽ ഒരു അക്കൗണ്ട് എടുക്കത്തില്ലേ, അങ്ങനെ എടുത്താൽ മാത്രം മതി. അത് കഴിഞ്ഞിട്ട് അതിൽ വീഡിയോ പോസ്റ്റ് ചെയ്താൽ മാത്രം മതി. അല്ലാതെ നമ്മൾ യൂട്യൂബിന് സെപ്പറേറ്റ് രീതിയിൽ ചാനൽ എടുക്കണമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്റെയൊക്കെ ചാനൽ എന്ന് പറഞ്ഞാൽ നോർമൽ ഞാനൊരു അക്കൗണ്ട് തുടങ്ങി അതിൽ വീഡിയോ ഇടുന്നതാണ്. അപ്പൊ അങ്ങനെ അതിനെ ചാനൽ എന്ന് പറയുന്നു. അല്ലാതെ ഈ യൂട്യൂബിൽ നമുക്ക് വീഡിയോ ഇടാൻ വേണ്ടി സെപ്പറേറ്റ് നമ്മൾ ചാനൽ അങ്ങനെയൊന്നും ക്രിയേറ്റ് ചെയ്യേണ്ട. പക്ഷെ ഫേസ്ബുക്കിലാണെങ്കിൽ നമുക്ക് ഏണിങ്സും കാര്യങ്ങളും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പേജ് എടുക്കണം. പക്ഷെ യൂട്യൂബിൽ അങ്ങനെ സെപ്പറേറ്റ് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ചുമ്മാ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട് അതിൽ വീഡിയോ ഇട്ടാൽ മതി. അപ്പൊ കുറേ പേരെന്നോട് ചോദിക്കുന്ന സംശയം എങ്ങനെയാ ചാനൽ തുടങ്ങുന്നത്, എങ്ങനെയാ വീഡിയോ ഇട്ട് തുടങ്ങുന്നതെന്നൊക്കെ. അപ്പോൾ ചാനൽ തുടങ്ങുന്നതിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എനിക്കാണെങ്കിൽ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും പറയാൻ അറിയത്തില്ല. എന്നാലും കുറേ പേരിങ്ങനെ ചോദിക്കുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും എങ്ങനെയുള്ള വീഡിയോസ് ഇട്ടാൽ റീച്ച് പോകും എന്നൊക്കെ ഉള്ള കാര്യം ഞാൻ അടുത്ത വീഡിയോസിൽ പറയാതെ. ഇതെന്തായാലും കുറച്ച് പേര് പെട്ടെന്ന് നിർബന്ധിക്കുന്നു എങ്ങനെയെങ്കിലും ഒന്ന് ഇട് എങ്ങനെയാന്ന്. അപ്പൊ ഞാൻ കുറെ പേരോടൊക്കെ റിപ്ലൈ കൊടുത്തു, അങ്ങനെ എക്സ്ട്രാ ചാനലൊന്നും തുടങ്ങണ്ട, ഒരു അക്കൗണ്ട് തുടങ്ങി അതിൽ വീഡിയോ ഇട്ടാൽ മതിയെന്ന്. പിന്നെ എല്ലാവർക്കും എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ബൈ.